ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സക്സസ് പ്ലാന്റിൻ്റെ ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ലീഫി പ്ലാന്റ് ആണ് ഈ സക്സസ് പ്ലാന്റ് എന്ന് പറയുന്നത്. പൂവുണ്ടാവുമെങ്കിലും നമുക്ക് ഇലകളുടെ അതിൻ്റെ ഒരു ഭംഗിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് ഡൈനിങ് ഏരിയയിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡിലും ഒക്കെ ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതേസമയം നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പൂവെന്ന് പറയുന്നത് ഇതാണ്, ഒരു ആന്തൂറിയത്തിൻ്റെ ഒക്കെ ഒരു പൂവ് പോലെയാണ് വരുന്നത്. അതിനൊക്കെ അപ്പോൾ നമ്മൾ അധികം പൂവിടാൻ നിൽക്കാറ് ഒരു ഭംഗിയെ പൂവില്ലാത്തതാണ്. കാരണം അത്യാവശ്യം നല്ല വലിയൊരു മദർ പ്ലാന്റൊക്കെ ആകുമ്പോഴാണ് പൂവിടാനൊക്കെ ആവുന്നത്. ചെറിയ പ്ലാന്റിലൊന്നും നമ്മൾ ഇത്തരത്തിൽ പൂവുണ്ടായിട്ട് കാണാറില്ല. പിന്നെ വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് വളപ്രയോഗം അതുപോലെ തന്നെ അമിതമായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഈ സക്സസ് പ്ലാന്റ്. ഇത് നമ്മൾ അന്തരീക്ഷത്തിലെ വായുവിനൊക്കെ ശുദ്ധീകരിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാമെന്ന് പറയുന്നത്. നമ്മളടുത്ത് മെയിനായിട്ട് 2 ടൈപ്പാണ് സക്സസ് പ്ലാന്റ് ഉള്ളത്. ഒന്നത് ഈ ബ്ലാക്ക് ലീഫിൽ വരുന്നതും പിന്നെ ഒന്ന് സാധാ നമ്മുടെ ഗ്രീൻ ലീഫിൽ വരുന്നതുമാണ് ഉള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് ലീഫ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ചെടി കട്ട് ചെയ്തിട്ടും പുതിയ കിഴങ്ങുണ്ടായി അതിൽ നിന്ന് തൈ ഉണ്ടാക്കിയെടുത്തിട്ടും നമുക്ക് സക്സസ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലീഫൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തുള്ള ഒരു സക്സസ് പ്ലാന്റ് ഒരുപാട് വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാന്റിൻ്റെ ലീഫൊക്കെ മഞ്ഞ കളറായി തുടങ്ങും. അപ്പോൾ നമ്മൾ പോട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് അതുപോലത്തെ ഒരു പ്ലാന്റാണ്, അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2-3 വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു പോട്ടാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായി നമുക്കൊരു വലിയ പോട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഈ സക്സസ് പ്ലാന്റ് പോലത്തുള്ള പ്ലാന്റുകളൊക്കെ നടുമ്പോൾ നമ്മൾ പോട്ടിന് ഹോളിട്ടിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ സക്സസ് പ്ലാന്റ് വേഗം കേടായി പോകുന്നതാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ നല്ല ചൂട് സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ പോട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഹോളുള്ളൊരു പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോട്ട് മിക്സാണ് ചേർക്കാനുള്ളത്. ഒരുപാട് കട്ടിയുള്ള പോട്ട് മിക്സ് ഒന്നും വേണ്ട, ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് എടുക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ഗാർഡനിങ് സോയിലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കരിയില പിന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള വലിയ വളപ്രയോഗങ്ങളൊന്നുമില്ല, ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ വളം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആദ്യം ഈ പോട്ടിൽ നിന്ന് ഈ ചെടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം കിഴങ്ങ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കിഴങ്ങിനാണ് ഈ ഒരു കിഴങ്ങിനാണ് ഈ ചെടിയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായിട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചെടിയാണ്. തണ്ടൊക്കെ നോക്കി തന്നെ മനസ്സിലാവും, നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങും നല്ല കട്ടിയിലാണ്, വേരുകളൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പോട്ടിൽ ഈ ഒരു ചെടി നിൽക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വലിയൊരു പോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും നമ്മളെ ചെടി ഹെൽത്തി ആയിട്ട് വളരാൻ നല്ലത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഈ ചെടി പല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി, വാട്ടർ പ്രൊപ്പഗേഷനായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഫ് മാത്രമായിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം ഒരു 2-3 കമ്പ് നമ്മൾ മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് റീപോർട്ട് ചെയ്യുന്നത്. നമ്മൾ പോട്ടിലേക്ക് ഈ പോട്ടി മിക്സ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ പ്ലാന്റ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് മണ്ണൊന്നും നീക്കം ചെയ്തിട്ടില്ല. ആ ഒരു മണ്ണും അതുപോലെ തന്നെ ആ ഒരു പോട്ടിൽ നിന്ന് ഇട്ട പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി എക്സ്ട്രാ ആയിട്ടുള്ള നമ്മളെ പോട്ടി മിക്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടി ഇതുപോലെ സ്റ്റോൺസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റീപോർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതുപോലെ പോട്ടിൽ വെള്ളത്തിലാക്കിയിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു 1.5-2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് വേര് വന്നിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ 2 ലീഫ് സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. അതിലും ഇതുപോലെ തന്നെ നമുക്ക് വേരുകൾ വന്ന് ഇതിനൊരു ബൾബ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.